ന്യൂസ് കാനിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. കാലങ്ങളായി ക്രിസ്തീയ സംഹിതകളെയും ക്രൈസ്തവ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പാണ്ഡിത്യ വിശകലനം എന്ന ഭാവത്തിൽ തികഞ്ഞ അസഹിഷ്ണുതയോടെ അവഹേളിച്ചും അപമാനിച്ചും ഹീനമായ സംതൃപ്തി കണ്ടെത്തുന്നത് ഇസ്ലാമിലെ പണ്ഡിതരെന്ന് മേനി പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുടെ മതതീവ്രവാദികളുടെ പതിവ് പരിപാടിയാണ്. അത്തരമൊരു മതഭീകരനെതിരെ ശക്തമായ നിയമ നടപടികളുമായി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടിയിലെ ക്രിസ്ത്യൻ മുഖവും യുവമോർച്ചയുടെ ദേശീയ നേതാവുമായ അനൂപ് ആന്റണി അദ്ദേഹം നടത്തിയ കൃത്യമായ ഇടപെടലിലൂടെയാണ് നിരവധി തവണ കേരള പോലീസ് തള്ളിക്കളഞ്ഞ അത്യന്തം ഹീനമായ ഒരു ക്രൈസ്തവ മതനിന്ദ കേസിൽ കോടതി നിയമ നടപടികൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത്. മതാന്ധത നിറഞ്ഞ് വികൃതമായ മനസ്സോടെ അന്യമതസ്ഥരുടെ ആത്മീയ അന്തസത്തയെയും വിശ്വാസങ്ങളെയും അസഭ്യം പറഞ്ഞും അവഹേളിച്ചും അതിൽ ആത്മനിർവൃതി കണ്ടെത്തുന്ന ഒരുപറ്റം മതഭീകരന്മാരെ സുഖിപ്പിക്കുവാൻ വസീം അൽ ഹിക്കാമി എന്ന ഇസ്ലാം മതപ്രഭാഷകനാണ് 2021 ക്രിസ്മസ് കാലത്ത് ലോകം മുഴുവനുമുള്ള ക്രൈസ്തവരുടെ ആരാധ്യനായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അങ്ങേയറ്റം അസഹിഷ്ണുതയോടെ ഹീനമായ വ്യാഖ്യാനങ്ങൾ പറയുകയും കടുത്ത ക്രിസ്തു നിന്ദ നടത്തി ക്രിസ്ത്യൻ മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ചെയ്തത്. ഈസാ അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പുത്രനായി ജനിച്ച ദിവസത്തെയാണ് ക്രിസ്തുമസ് എന്ന പേരിൽ അവർ ആഘോഷിക്കുന്നത്. എന്നിട്ട് ആ ഒരു പുത്രൻ എന്ന നിലക്കുള്ള പിഴച്ച വാദത്തിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനാ നിലക്ക് ആശംസ കൊടുക്കുന്നത്. നമ്മുടെ ഉപ്പാക്കൊക്കെ അവിഹിതത്തിലൊരു മകനുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരം ആളുകളോട് നമ്മുടെ സമീപനം എങ്ങനെയായിരിക്കും? അങ്ങേയറ്റം അസഹിഷ്ണുത നിറഞ്ഞ ഈ മനുഷ്യന്റെ തരംതാണ ക്രൈസ്തവ മതധ്വംസനത്തിനെതിരെ അന്ന് കടുത്ത പ്രതിഷേധങ്ങൾ ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ഉണ്ടായിരുന്നു. ഇലക്ഷൻ വരുമ്പോൾ ക്രിസ്തീയ വോട്ടുകൾക്ക് വേണ്ടി കപട സ്നേഹം കാട്ടി ബൈബിൾ വചനങ്ങൾ മുരുവിട്ട് അരമനകൾ കയറിയിറങ്ങി മെത്രാന്മാരുടെ കൈകൾ മുത്താൻ മത്സരിക്കുന്ന ഒരു ഇടതനെയും വലതനെയും അന്ന് ക്രൈസ്തവർക്ക് വേണ്ടി സംസാരിക്കാൻ കണ്ടില്ല. മതവിദ്വേഷ പ്രസംഗങ്ങൾ ചർച്ചയ്ക്കെടുത്ത് പ്രീണനം നടത്താറുള്ള ചാനലുകൾ വസീം അൽ ഹിക്കാമിയുടെ ഈ നിന്ദാഭാവം ഇത് കണ്ട ഭാവം പോലും നടിച്ചില്ല. കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ അടക്കമുള്ളവർ ഈ മതവിദ്വേഷ പ്രസംഗത്തിനെതിരെ അന്ന് എറണാകുളം പോലീസിൽ പരാതിപ്പെട്ടിരുന്നെങ്കിലും ആ പരാതി കാര്യമായ ഒരു ചലനവും ഉണ്ടാക്കാതെ ആരുടെയോ താല്പര്യത്തിന് വഴങ്ങി ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു. ഈ വിഷയത്തിൽ BJPയുടെ യുവ നേതാവ് അനൂപ് ആന്റണി ജോസഫ് കേരള DGPക്കും തുടർന്ന് എറണാകുളം സൈബർ സെല്ലിലും പരാതി നൽകി. എന്നാൽ ഇസ്ലാമിസ്റ്റുകൾ മതനിന്ദ എന്ന് പറയുമ്പോൾ മാത്രം മൂരി നിവർത്തി എഴുന്നേൽക്കുന്ന ഇവര് ഈ കാര്യത്തിൽ കടുത്ത നിസ്സംഗത പുലർത്തി. അതുകൊണ്ട് അദ്ദേഹം ബഹുമാനപ്പെട്ട കോടതിയെ സമീപിക്കുകയും എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ മുൻപിൽ നേരിട്ട് ഹാജരായി പരാതി ബോധിപ്പിക്കുകയും ചെയ്തപ്പോൾ ഈ വിഷയത്തിൽ കഴമ്പുണ്ടെന്നും അതീവ ഗൗരവമുള്ള വിഷയമാണെന്നും മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട കോടതി ഉടനെ തന്നെ ഈ വിഷയത്തിൽ നടപടിയെടുക്കാൻ പോലീസിനോട് ഉത്തരവിടുകയും ചെയ്തു. അതോടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ട് ഒരു വിഭാഗത്തിന് മാത്രം മതനിന്ദയും മുറവിളിയും കേസും? ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന അന്യ മതനിന്ദകൾ ആരും കണ്ടില്ലെന്ന് നടിക്കുന്നതും എന്തുകൊണ്ടാണ്? ഇതിനെതിരെ പ്രതികരിക്കുന്നില്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അനൂപ് ആന്റണി നൽകുന്ന മുന്നറിയിപ്പ് വളരെ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ടാണ് PC ജോർജിനും വസീം അൽ ഹിക്കാമിക്കും ഇവിടെ ഇരട്ട നീതി നടപ്പിലാക്കുന്നത്? യേശുദേവനെ അവഹേളിച്ച ആ വ്യക്തിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ ഇവിടുത്തെ ഇടത് വലത് പാർട്ടികൾ തയ്യാറായോ? അവലും മലരും കുന്തിരിക്കവും വാങ്ങി കരുതി വെച്ചോളാൻ അവർ പറയുമ്പോൾ അതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെ വലിയൊരു വിപത്തിനെയായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. മതനിന്ദയ്ക്കെതിരെ മുറവിളി കൂട്ടുന്ന കേരളത്തിലെ രാഷ്ട്രീയക്കാരോടും സാംസ്കാരിക നായകന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതവികാരങ്ങളും വളരെയധികം വിലപ്പെട്ടതാണ്. PC ജോർജിന്റെ മതവിദ്വേഷമെന്ന് പറയുന്ന പ്രസംഗ വിഷയത്തിൽ ചാടി എഴുന്നേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യാനും
വളരെ പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്താനും കാട്ടിയ പോലീസിന്റെ വ്യഗ്രത യേശുക്രിസ്തുവിനെ അപമാനിച്ച വസീം അൽ ഹിക്കാമിക്കെതിരെ ഇല്ലാത്തതിനാൽ കോടതിയെ സമീപിക്കേണ്ടി വന്ന അവസ്ഥയും കേരളത്തിലെ നിലവിൽ നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് PC ജോർജിനും വസീം അൽ ഹിക്കാമിക്കും ഇവിടെ ഇരട്ട നീതി നടപ്പിലാക്കുന്നതെന്നും യേശുക്രിസ്തുവിനെ അവഹേളിച്ച ഈ വ്യക്തിക്കെതിരെ എന്തുകൊണ്ട് ഇതുവരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ളതും കേരളത്തിലെ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് എല്ലാ മതവിഭാഗങ്ങളിലുമുള്ളവർക്കും അവരുടെ മതത്തിൽ വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു തന്നിട്ടുള്ളതാണ്. ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾ മതപ്രചരണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്താറുമുണ്ട്. എന്നാൽ അത് മറ്റു മതവിശ്വാസങ്ങളെ അപകർത്തിച്ചുകൊണ്ടും ദൈവനിന്ദ നടത്തിക്കൊണ്ടും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചുകൊണ്ടുമാകരുത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഇസ്ലാമിക മതപണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ചില വ്യക്തികൾ കേരളത്തിലുടനീളം സ്നേഹസംവാദമെന്നും മതപ്രഭാഷണമെന്നും ഒക്കെ പറഞ്ഞ് മറ്റ് മതവിശ്വാസങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയും അവഹേളിച്ച് സംസാരിക്കുന്ന പ്രവണത തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നിലനിൽപ്പിന് തന്നെ അപകടമാകുമെന്ന് തിരിച്ചറിഞ്ഞ ക്രൈസ്തവ വിശ്വാസികളായ ചില വ്യക്തികൾ ഖുറാനും ഹദീസുകളും നന്നായി പഠിച്ച് സോഷ്യൽ മീഡിയയിലൂടെ മറുപടി കൊടുത്തുകൊണ്ട് പ്രതിരോധം തീർത്തു. MM അക്ബർ, മുജാഹിദ് ബാലുശ്ശേരി തുടങ്ങിയ തീവ്ര ഇസ്ലാമിക മതപ്രഭാഷകരെ അവർ വെല്ലുവിളിച്ചു. ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുകൾക്ക് മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ അവർ ഓടിയൊളിച്ചു. ഒടുവിൽ സംവാദത്തിൽ വിജയിച്ചാൽ 10 ലക്ഷം രൂപ വരെ സമ്മാനം പ്രഖ്യാപിച്ചു. പക്ഷേ അവരാരും ഈ വെല്ലുവിളി ഇതുവരെ ഏറ്റെടുത്തില്ല. പ്രമുഖ പെന്തിക്കോസ് പാസ്റ്ററും ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റുമായ അനിൽ കൊടുത്തോട്ടം ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഒരു യൂട്യൂബ് വീഡിയോയിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. അക്ബർ സാഹിബ് ഇന്ന് കേരളക്കരയിൽ നിലനിൽക്കുന്ന എല്ലാത്തരം മതവിദ്വേഷങ്ങളുടെയും സൂത്രധാരൻ. 2ാം ക്ലാസ്സിലെ കുട്ടിക്ക് മതപരിവർത്തനം ചെയ്യാനുള്ള മാർഗദർശനം എന്താണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലിട്ട് നവോത്ഥാന വിപ്ലവത്തിന് തുടക്കം കുറിച്ച മഹാരഥൻ. രാജ്യത്ത് നിലനിന്നിരുന്ന മനുഷ്യ സൗഹൃദ അന്തരീക്ഷം തകർത്ത് വിശുദ്ധ ബൈബിളിനെ ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകങ്ങൾ രചിക്കുകയും മദ്യം വിളമ്പുന്ന യേശുവെന്നും അന്യൻ്റെ ഭാര്യ ദാവീദിൻ്റെ കിടപ്പറയിൽ എന്നൊക്കെയുള്ള കൃതികൾ എഴുതി സ്വന്തം മതവിശ്വാസത്തിന് ഇത്രയും പണി വാങ്ങിക്കൊടുത്ത ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിലില്ല. അക്ബർ സാഹിബെ, താങ്കൾക്ക് ഈ വെല്ലുവിളിക്കാനല്ലാതെ അത് സ്വീകരിക്കാൻ വേണ്ട ത്രാണിയില്ല. സംവാദ ലോകത്തൊന്ന് ഒളിച്ചോടിയ അടുത്ത പുലി സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി. ആശാൻ്റെയും ഒരു രോഗം മറ്റുള്ളവരെ വെല്ലുവിളിക്കുക എന്നാണ്. വെറുതെ ഇരുന്ന ക്രൈസ്തവർക്ക് നേരെ അദ്ദേഹം എന്തൊക്കെയോ ചെയ്യും എന്ന നിലയിൽ ആശയങ്ങൾ തൊടുത്തുവിട്ടു. ആശയങ്ങളാകട്ടോ, അതുകൊണ്ട് യാതൊരു ഫലവുമില്ല, തിരിച്ചടി ശക്തമാകുന്നു എന്ന് കണ്ടപ്പോൾ ബാലുശ്ശേരി സ്വന്തം സമൂഹത്തെ ഞങ്ങൾക്കെതിരെ പ്രകോപിപ്പിച്ച് തിരിച്ചുവിടാൻ നോക്കി. ബാലുശ്ശേരി എല്ലാ മതസ്ഥരെയും ഒന്ന് ചൊറിഞ്ഞു. ഹിന്ദുക്കളെക്കുറിച്ച് പറഞ്ഞത് അമ്പലത്തിന് പിരിവ് കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ്. കന്യാസ്ത്രീകളെക്കുറിച്ച്, പുരോഹിതന്മാരെക്കുറിച്ച് ഒക്കെ മോശം രീതിയിൽ സംസാരിച്ചു. ഇവരുടെ വെല്ലുവിളി കേട്ട് ആരും ഇവിടെ സംവാദം നടക്കുമെന്നൊന്നും പേടിക്കരുത്. കാരണം അതിനുള്ള ത്രാണിയൊന്നും ഒറ്റകൾക്കില്ല. ഏതാനും ഇസ്ലാം പ്രഭാഷകർ വിളിച്ചു പോകുന്ന ജൽപ്പനങ്ങൾ മുസ്ലിം സമുദായത്തെ ആകെ കരിവാരിത്തേക്കുകയാണ്. നല്ലവരായ മുസ്ലിം സഹോദരങ്ങൾ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളുമായി വളരെയധികം സ്നേഹത്തിലും സഹകരണത്തിലും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ സമൂഹത്തെ മുഴുവൻ പ്രതിക്കൂട്ടിലാക്കുന്ന വിധത്തിൽ ഇവർ മതപ്രഭാഷണം എന്ന പേരിൽ നടത്തുന്ന വിദ്വേഷ പ്രചരണങ്ങളും മതനിന്ദയും അവസാനിപ്പിക്കുവാൻ പ്രബുദ്ധരായ മുസ്ലിം നേതാക്കൾ മുന്നോട്ട് വരണം. അതിനു പകരം കൈവെട്ടും കാലുവെട്ടും അരിയും മലരും കുന്തിരിക്കവും വാങ്ങി സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ വന്നാൽ ഇത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ കാലമല്ലെന്ന് ഓർക്കുന്നത് നല്ലതാണ്. അങ്ങനെ ഹിജാബ് എന്ന ചോയ്സിന് ശേഷം ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ അവരുടെ ഇടയിൽ ഒരു വെള്ള കർട്ടൻ കൂടി കേരളത്തിൽ നടപ്പിലാക്കിയിരിക്കുകയാണ്.
തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കർട്ടനിട്ട് തിരിച്ച് വിസ്ഡം സ്റ്റുഡൻസ് മൂവ്മെന്റിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. താലിബാനിലൊക്കെ കണ്ടിരുന്ന ആ പ്രതിഭാസം നമ്മുടെ നാട്ടിലും എത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ ആരും പ്രതികരിക്കരുത്. പ്രതികരിച്ചാൽ മതേതരത്വം തകർന്ന് താഴെ വീഴും. മെഡിക്കൽ മേഖലകൾ പോലും ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്ന ഈ അനീതിയെ എതിർത്തില്ലെങ്കിൽ നാളെ കേരളമുണ്ടാകില്ല. വോട്ട് ബാങ്കിന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും എത്ര കണ്ടാലും മനസ്സിലാക്കാത്ത മതേതരവാദികളും ഈ കേരളത്തെ എങ്ങോട്ടാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഇത്തരം അപരിഷ്കൃതമായ ആൺ പെൺ വേർതിരിവ് സങ്കല്പങ്ങളെ വിമർശിക്കുന്നവർ വർഗീയവാദികളാകും. ഇത് വിമർശിക്കേണ്ട നവോത്ഥാന നായകന്മാരും ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും യുവജന സംഘടനകളും ഇപ്പോഴും മൗനം തുടരുന്നു. ഉന്നത വിദ്യാഭ്യാസം നേടിയ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് ഈ അവസ്ഥയിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കേരളം എത്തി നിൽക്കുന്ന അത്യന്തം അപകടകരമായ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. നാം അതിവേഗം താലിബാനിസത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. ആരാണ് കേരളത്തിൽ ഇത് നടപ്പാക്കാൻ ശ്രമിക്കുന്നത്? അവരെ തിരിച്ചറിഞ്ഞ് മുൻകരുതൽ സ്വീകരിച്ചില്ലെങ്കിൽ നാളെ കേരളം മറ്റൊരു അഫ്ഗാനിസ്ഥാനാകും. അങ്ങനെ രണ്ടാം ഇന്നിംഗ്സിനിറങ്ങിയ ക്യാപ്റ്റൻ പിണറായി മന്ത്രിസഭയിലെ ആദ്യ വിക്കറ്റായി സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ പണിതെറിച്ചിരിക്കുന്നു. മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എന്റെ അഭിപ്രായം. അതിനാൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുക. എന്റെ രാജിക്കത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് തൊട്ടുമുമ്പ് ഞാൻ നൽകി. ആരോപണങ്ങളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് ആടി ഉലഞ്ഞു നിൽക്കുന്ന പിണറായി ക്യാബിനറ്റിനെ ആകെ വിഷമിപ്പിച്ചുകൊണ്ട് ഇത്ര തിടുക്കപ്പെട്ട് സജി ചെറിയാൻ പുറത്തു പോകേണ്ടി വന്നതിൻ്റെ കാരണം വെറും നാക്കുപിഴയല്ല. അണികളെ ആവേശത്തിലാക്കാൻ പൂർണ്ണ അറിവോടുകൂടെ അദ്ദേഹം നടത്തിയ ഈ പ്രസംഗമാണ്. ഞാൻ പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന എഴുതി വെച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാരൻ പറഞ്ഞ് തയ്യാറാക്കി കൊടുത്ത ഒരു ഭരണഘടന ഇന്ത്യക്കാരൻ എഴുതി വെച്ചു. അത് ഈ രാജ്യത്ത് 75 വർഷമായി നടപ്പാക്കുന്നതിന്റെ ഫലമായി രാജ്യത്ത് ഏത് ആൾ പ്രസംഗിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യ എഴുതി വെച്ചിട്ടുണ്ട്. അതിന് കുറച്ച് എന്താ പറയുന്നത്, പ്രമോദ് നാരായണന്റെ ഭാഷ പറഞ്ഞ ഇച്ചിരി മുക്കും മൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. ജനങ്ങളെ കൊള്ളയടിക്കാൻ പറ്റിയ ഭരണഘടന, മതേതരത്വവും ജനാധിപത്യവും വെറും കുന്തവും കുടച്ചക്രവുമാണെന്ന് അത് കേട്ട് തലയിൽ അല്പം വെളിച്ചമുള്ള പാർട്ടി അണികൾ പോലും അമ്പരന്നുപോയി. സമാന്തര ഭരണഘടനയും നിയമാവലിയും ഒക്കെയുള്ള പാർട്ടിയുടെ അണികൾ അത് കേട്ട് ആകെ രോമാഞ്ചഭരിതരായി കൈയടിച്ചു. അതോടെ മന്ത്രിയേമാൻ കനത്ത ഫോമിലായി. പിന്നെ അവിടെ ഇന്ത്യൻ ഭരണഘടനയുടെ അപാകതകളെ നിരത്തിയുള്ള ഫോറൻസിക് വിശകലനമാണ് ഏവരും കേട്ടത്. 1935 നിവർത്തന പ്രക്ഷോഭ സമരകാലത്ത് ദിവാൻ സർ CP-യെ ജന്തു എന്ന് വിളിച്ച കോൺഗ്രസ് നേതാവ് C. കേശവന്റെ കോഴഞ്ചേരി പ്രസംഗവും, അതേ സർ CP-ക്കെതിരെ തന്നെ മന്നത്ത് പത്മനാഭൻ 1947 മുതുകുളത്ത് നടത്തിയ പ്രസംഗവും 1985 എറണാകുളത്ത് ബാലകൃഷ്ണപിള്ള നടത്തിയ പഞ്ചാബ് മോഡൽ പ്രസംഗവും അടക്കം വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ ഒരുപാട് പ്രസംഗങ്ങൾ കേരളക്കരയിൽ മുഴങ്ങിക്കേട്ടിട്ടുണ്ട്. ആ പട്ടികയിലേക്ക് ചേർത്ത് വയ്ക്കാൻ മല്ലപ്പള്ളി പ്രസംഗം എന്ന പേരിൽ ഇതാ മഹാനായ സജി ചെറിയാന്റെ പ്രസംഗം കൂടി ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് കവി പൂന്താനം പാടിയതുപോലെ ദാ കിടക്കുന്നു സജി ചെറിയാൻ കനകസിംഹാസനത്തിൽ നിന്ന് താഴെ വീണിരിക്കുന്നു. അവിടം കൊണ്ട് തീർന്നില്ല. കോടതി നിർദ്ദേശമനുസരിച്ച് ഈ മുൻ മന്ത്രിക്കെതിരെ കീഴ്വായ്പൂർ പോലീസ് 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന വകുപ്പുമിട്ട് കേസെടുത്തിരിക്കുകയാണ്. ഇനി ഭരണഘടനയ്ക്കകത്തിരിക്കുന്ന കുന്തവും കുടച്ചക്രവും എന്താണെന്ന് തിരിച്ചറിയാൻ സജി ചെറിയാൻ പഞ്ചപുച്ഛമടക്കി കോടതിയിൽ നിന്നുകൊണ്ട് വിശദീകരിക്കേണ്ടതായി തന്നെ വരും. ഭരണഘടന അവഹേളിക്കുന്നവരുടെ ലക്ഷ്യമെന്ത് എന്ന വിഷയം ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ചയ്ക്കെടുത്തപ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ്
പാസ്റ്റർ ജെയ്സ് പാണ്ടനാട് ഭരണഘടനയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. നമുക്കറിയാം സോഷ്യലിസവും സെക്കുലറിസവും പിന്നീട് 42ാം ഭേദഗതിയിലൂടെ ആഡ് ചെയ്യപ്പെട്ടെങ്കിലും ഇതിനൊരു സെക്കുലർ സ്വഭാവം തന്നെ ഉണ്ടായിരുന്നു. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൊക്കെ വലിയ ഡിബേറ്റ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. കാരണം സ്റ്റേറ്റിന് മതമില്ല എന്നുള്ളതാണ്. സ്റ്റേറ്റിന് മതമില്ല, സ്റ്റേറ്റിനൊരു മതഗ്രന്ഥമില്ല. ഇന്ത്യയിലെ 99% ഹിന്ദുക്കളായാലും ഇന്ത്യക്ക് ഹിന്ദു രാഷ്ട്രമാകാൻ പറ്റില്ല. കാരണം അതാണ് സെക്കുലർ സ്റ്റേറ്റിന്റെ ആശയം എന്ന് പറയുന്നത്. സെക്കുലറിസത്തെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ഫ്രീലി പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ്, ഈ പ്രത്യേകമായ മതസ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ അത് കൺവേർഷനിലേക്ക് നയിക്കപ്പെടുമോ എന്ന് ചില ദേശീയ നേതാക്കന്മാർ, ഈ തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ളവർ ഉന്നയിക്കുണ്ടായി. അവിടെയും ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഒരാൾക്ക് മതം മാറാൻ കഴിയണം, അതാണ് ഡെമോക്രസി, അല്ലെങ്കിൽ അത് ജനാധിപത്യമല്ല. അങ്ങനെ ചലനാത്മകമായ ഒരു ജനാധിപത്യത്തെയാണ് ഞാൻ അവതരിപ്പിക്കുന്നതെന്ന് അവിടെ ആ ഡിബേറ്റുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണ്. സമത്വത്തെ കുറിച്ച് നമുക്കറിയാം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ മൗലികാവകാശങ്ങൾ പറയുമ്പോൾ റൈറ്റ് ടു ഇക്വാളിറ്റി ബിഫോർ ലോ, അത് കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ് എന്നുള്ള ഒരു തരത്തിലുള്ള വിവേചനത്തിനെതിരായ അവകാശം, ഒരു തരത്തിലുള്ള വിവേചനം ബർത്ത് ഓഫ് പ്ലേസിന്റെ, കാസ്റ്റിന്റെ, റേസിന്റെ, ലാംഗ്വേജിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും പാടില്ല തരത്തിലേക്കുള്ള ഒരു വിശദീകരണം ആർട്ടിക്കിൾ 25 പറയുന്നുണ്ട്. എന്തായാലും പിണറായിക്കും കൂട്ടർക്കും 2ാം ആഴ്ച 1 വർഷം പിന്നിട്ടപ്പോൾ തിരിച്ചടികൾ കൂട്ടത്തോടെ വരികയാണ്. ജൂൺ 3 തൃക്കാക്കരയിൽ കനത്ത തോൽവി, പുറകെ സ്വപ്നയുടെ ഗുരുതരമായ വെളിപ്പെടുത്തൽ, പിന്നാലെ PC-യെ തോണ്ടി വാങ്ങിച്ചെടുത്ത പണികൾ, വയനാട്ടിൽ കുട്ടി സഖാക്കളുടെ സമരാക്രാന്ത ദോഷങ്ങൾ, AKG സെന്ററിലെ ഏറുപടക്ക ഭീകരാക്രമണം, ഇപ്പോൾ ഇതാ സാംസ്കാരിക മന്ത്രിയുടെ രാജിയും, പുറകെ പോലീസ് കേസും, കുന്തവും കുടച്ചക്രവും വരുത്തുന്ന ഈ പൊല്ലാപ്പുകൾ എല്ലാ രാഷ്ട്രീയ വേതാളങ്ങൾക്കും ഒരു പാഠമാകണം. ജൂലൈ 3 ദുഃഖറാന ഞായറാഴ്ച പൊതുമരാമത്ത് വകുപ്പ് പ്രവൃത്തി ദിവസമാക്കുകയും എതിർപ്പിനെ തുടർന്ന് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്ത സംഭവത്തിന് ശേഷം വീണ്ടും ഞായറാഴ്ച പ്രവൃത്തി ദിവസമാക്കി മാറ്റുകയാണ് സർക്കാർ. സർക്കാർ ഓഫീസുകളിൽ പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഫയലുകൾ അടിയന്തരമായി തീർപ്പാക്കാൻ കേരളത്തിലെ സർക്കാർ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി 2022 ജൂൺ 15 ആരംഭിച്ച കുടിശ്ശിക തീർപ്പാക്കൽ യജ്ഞം അത് തീവ്രമായി തന്നെ തുടരുകയാണ്. അതിനി സെപ്റ്റംബർ 30 വരെ നീളും. ഈ വലിയ യജ്ഞത്തിൻ്റെ ഭാഗമായി മാസത്തിൽ ഒരു ഞായറാഴ്ച പ്രവൃത്തി ദിനമാക്കി മാറ്റി ഓഫീസിലെത്തി സഹകരിക്കാൻ സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത്രയും ഫയലുകൾ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടക്കേണ്ടി വന്നതെന്ന് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് അതിൽ കാര്യമായ പങ്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കണം. കൃത്യമായി ജോലിക്ക് ഹാജരാകാതെ പാർട്ടിയുടെ യൂണിയൻ നേതാക്കളുടെ വാക്ക് കേട്ട് അതനുസരിച്ച് സമരം ചെയ്യാനും പണിമുടക്കാനും ഇറങ്ങിപ്പുറപ്പെട്ട് അവരുടെ കെടുകാര്യസ്ഥതയുടെ ഫലമായി ഉണ്ടായ അവർ സ്വയം കൂട്ടിയിട്ട ഈ ഫയലുകളാണ് ഇവയൊക്കെയും. ഒരാഴ്ചയിലെ 6 ദിവസങ്ങൾ പണിയെടുത്തിട്ടും തീരാത്ത ഈ ഫയലുകൾ ഞായറാഴ്ച 1 ദിവസം തീർക്കാമെന്ന് പറയുന്നതും അതിന് വകുപ്പ് തല നിർദ്ദേശങ്ങൾ നൽകുന്നതും തികച്ചും ബാലിഷ്യമാണ്. ഈ കെടുകാര്യസ്ഥ നടപടി ഉളവാക്കുന്ന ആശങ്കകളെ വ്യക്തമാക്കിക്കൊണ്ട് ഷെക്കൈന ഫയർ റൂമിൽ പങ്കെടുത്തുകൊണ്ട് സീറോ മലബാർ സഭ അൽമായ സെക്രട്ടറി സോണി ചിറ്റിലപ്പള്ളി സംസാരിച്ചത് വളരെ ശ്രദ്ധേയമായിരുന്നു. സർക്കാരിന് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരെ അവരുടെ അനുസരിച്ച് ജോലി ചെയ്യിപ്പിക്കാനായിട്ട് മന്ത്രിമാർക്ക് സാധിക്കുന്നില്ല. അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ ഒരു കഴിവിന്റെ അല്ലെങ്കിൽ അവര് ജോലി ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ പരാജയമാണ്. ആ പരാജയം നമ്മുടെ എല്ലാം പരിപാലനമായി കാണുന്ന ഈ ഞായറാഴ്ച ഒരു പ്രവർത്തനമായിട്ട് അവർ ചെയ്യുന്നത് അത് ഞാൻ യാതൊരു അർത്ഥവും കാണുന്നില്ല. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച എന്നത് കേവലം ഒരു അവധി ദിവസം എന്നതിനപ്പുറം അവരുടെ ആധ്യാത്മിക ഒരുക്കത്തിൻ്റെ ഒരു ദിവസം കൂടിയാണത്. അത്തരമൊരു അനിവാര്യതയിൽ ജീവിക്കുന്ന ക്രൈസ്തവ മതവിശ്വാസികൾ തങ്ങളുടെ ആധ്യാത്മികമായ അനിവാര്യതയെ ബലി കൊടുക്കാതെ കൃത്യമായ ഇടപെടലിലൂടെ അത് ബോധ്യപ്പെടുത്തുകയും തങ്ങളുടെ ആത്മീയ പരിപോഷണത്തിന് ഉത്സാഹിക്കുകയും ചെയ്യേണ്ടതാണ്.
ആ അനിവാര്യതയാണ് ഷെഖേന ഫയർ റൂമിൽ പങ്കെടുത്തുകൊണ്ട് സാമൂഹിക നിരീക്ഷകനായ ഫാദർ ജോഷി മയ്യാറ്റിൽ ഓർമ്മിപ്പിച്ചത്. ക്രൈസ്തവർക്കെതിരെയുള്ള നിലപാടുകളും നയങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാ മേഖലകളിലും, അത് ആനുകൂല്യങ്ങളുടെ കാര്യത്തിലാവട്ടെ മറ്റെല്ലാ മേഖലകളിലും ക്രൈസ്തവർ ചവിട്ടിമെതിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഇന്ന് കേരളത്തിലുണ്ട്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു തുടർച്ചയാണ് ഈ ഞായറാഴ്ച മേലുള്ള കുതിരകയറ്റം എന്നുള്ളത് പറയാതെ വയ്യ. ഇങ്ങനെയുള്ള സമയത്ത് തീർച്ചയായും സഭാ നേതൃത്വം അതിശക്തമായിട്ട് ഇടപെടേണ്ട ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ KCBCയുടെ ഭാഗത്തു നിന്നായാലും മറ്റ് വ്യക്തിഗത സഭകളുടെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ മറ്റ് ക്രൈസ്തവ സഭകളുടെ ഭാഗത്തു നിന്നായാലും ശക്തമായ പ്രതിഷേധം ഇതിന്റെ പേരിൽ ഉണ്ടാവുകയും മുഖ്യമന്ത്രിക്ക് ക്രൈസ്തവരുടെ വേദന ഇക്കാര്യത്തില് നമ്മൾ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞായറാഴ്ച ദിവസം പ്രവൃത്തി ദിവസമാക്കുമ്പോൾ അത് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് ക്രൈസ്തവർക്ക് മാത്രമാണ്. അത് നാം അലസതയോടെ അനുവദിച്ചുകൂടാ. ദൈവത്തെ ആരാധിക്കാനും കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിക്കാനും നാം നമ്മുടെ ഞായറാഴ്ചകളെ തിരിച്ചുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. അഗതികളുടെ അന്നം മുടങ്ങുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. റേഷൻ വിഹിതം നിർത്തലാക്കിക്കൊണ്ട് സംസ്ഥാനത്തെ അനാഥാലയങ്ങളോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാട്ടുന്ന ഗുരുതരമായ അവഗണനയുടെ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 80,000-ഓളം അനാഥരെ കേന്ദ്ര സർക്കാർ അവഗണിക്കുന്ന വിധത്തിലാണ് റേഷൻ നിർത്തലാക്കിയിരിക്കുന്നത്. കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്ത തമസ്കരിച്ചപ്പോൾ ദീപിക ദിനപത്രമാണ് ഈ വാർത്ത വിശദമായി റിപ്പോർട്ട് ചെയ്തത്. ആർക്കും വേണ്ടാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് തെരുവിൽ കിടക്കുന്നവർക്ക് അന്നവും വസ്ത്രവും അഭയവും നൽകാൻ മനുഷ്യത്വത്തിൻ്റെയും മഹാമനസ്കതയുടെയും ഉത്തംഗങ്ങളിൽ നിലകൊള്ളുന്നവർക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവരുടെ സന്നദ്ധതയും സഹായവും അതിനോടൊപ്പം താണവിലയ്ക്ക് സർക്കാർ നൽകിയിരുന്ന റേഷൻ ഭക്ഷ്യസാധനങ്ങളുമാണ് മിക്ക അഗതി മന്ദിരങ്ങളുടെയും നിലനിൽപ്പ്. കേന്ദ്ര സർക്കാർ വെൽഫെയർ സ്കീം നിർത്തലാക്കിയതോടെ അഗതി മന്ദിരങ്ങൾക്കും അനാഥാലയങ്ങൾക്കുമുള്ള റേഷൻ നിർത്തുകയാണെന്ന് സംസ്ഥാന സർക്കാരും സപ്ലൈ ഓഫീസർമാരും അറിയിപ്പ് നൽകി. 80,000-ഓളം വരുന്ന അനാഥരെയാണ് ഈ നടപടി ഗുരുതരമായി ബാധിക്കുകയെന്ന് ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന അനാഥാലയങ്ങളുടെയും അഗതി മന്ദിരങ്ങളുടെയും നേർക്ക് സർക്കാരുകൾ വെച്ചു പുലർത്തുന്ന അവഗണനയുടെ ചിത്രമാണ് ഇത്. ഗതിയില്ലാതെ അനാഥ മന്ദിരങ്ങൾ എന്ന ശീർഷകത്തിൽ KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ പങ്കുവച്ച കുറിപ്പ് സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, കരുതലും കരുണയും അർഹിക്കുന്ന പാവങ്ങളുടെ അവസ്ഥയെ വ്യക്തമാക്കുന്ന ഒന്നായിരുന്നു. കണക്കനുസരിച്ച് കേരളത്തിൽ വിവിധ വിഭാഗങ്ങളിലായി 2091 അനാഥ മന്ദിരങ്ങളാണുള്ളത്. 578 വൃദ്ധസദനങ്ങളിലായി 17,252 അന്തേവാസികളും 225 ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളിൽ 8,718 അന്തേവാസികളും, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള 47 സ്ഥാപനങ്ങളിൽ 936 അന്തേവാസികളും, അങ്ങനെ തുടങ്ങി 80,161 പേരാണ് റേഷൻ വിഹിതം നിർത്തലാക്കിയതിൻ്റെ പേരിലുള്ള ദുരിതം അനുഭവിക്കേണ്ടി വരിക. ഉറ്റവരാലും ഉടയവരാലും ഉപേക്ഷിക്കപ്പെട്ടവരും അനാഥരും രോഗികളും വൃദ്ധരുമായ ഇവർക്ക് കൂടുതൽ പരിഗണന നൽകേണ്ടത് സർക്കാരാണ്. സർക്കാരും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറി അവരെ അവഗണിച്ചാൽ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലെത്തുകയാണ് ഒട്ടുമിക്ക അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളും.
കാസ എന്ന പേരിലുള്ള ക്രൈസ്തവ സമുദായ സംഘടന രൂപീകരിക്കുവാൻ കെവിൻ പീറ്ററെ പ്രേരിപ്പിച്ച സംഭവം സോഷ്യൽ മീഡിയയിലൂടെ ഏറെ വൈറലായി. ലവ് ജിഹാദിൻ്റെ കെണിയിൽപ്പെട്ട സ്വന്തം മകൾക്കുണ്ടായ ദുരനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാകരുത് എന്ന ദൃഢനിശ്ചയത്തോടെ സമൂഹത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച അദ്ദേഹത്തിന് വൻ ജനപിന്തുണ കിട്ടിയതിൻ്റെയും കാസയിലേക്ക് യുവതിയുവാക്കൾ ആകർഷിക്കപ്പെടുന്നതിൻ്റെയും കാരണത്തെക്കുറിച്ച് ഷാലോമിൻ്റെ സ്ഥാപകൻ ഷെവലിയാർ ബെന്നി പുന്നത്തറ സൺഡേ ഷാലോം പത്രത്തിൽ എഴുതിയ എഡിറ്റോറിയൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തിൻ്റെ കണ്ണു തുറപ്പിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ ചില നിരീക്ഷണങ്ങൾ ഇങ്ങനെയാണ്. നമുക്ക് നിരവധി സംഘടനകളും കഴിവുറ്റ നേതാക്കന്മാരുമുണ്ട്. ഇടയ്ക്കിടെയുള്ള സമ്മേളനങ്ങളും പത്രപ്രസ്താവനകളും മാത്രമായി ചുരുങ്ങാതെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവരുടെ പ്രശ്നങ്ങളിൽ അവരോടൊത്തായിരിക്കാനും പ്രാദേശിക തലത്തിൽ കഴിയണം. ബഫർ സോൺ പോലെയുള്ള പൊതുവായ പ്രശ്നങ്ങളിൽ സമുദായ സംഘടനകൾ വളരെ സജീവമാണ്. അതുപോലെ തന്നെ ഇടവക തലങ്ങളിലെ പ്രശ്നങ്ങളിലും വ്യക്തികളുടെ സാമൂഹിക പ്രശ്നങ്ങളിലും ഇടപെടാനും കൂടെ നിൽക്കാനും സംഘടനാ നേതാക്കന്മാരുണ്ടാകണം. എങ്കിലേ ജനങ്ങളുടെ പിൻബലം ഈ സംഘടനകൾക്കുണ്ടാകും. ഇപ്പോൾ സഭാധികാരികളുടെ പിൻബലത്തിൽ മാത്രമാണ് നമ്മുടെ സമുദായ സംഘടനകൾ നിലനിൽക്കുന്നത്. ഇടവക അംഗങ്ങളുടെ പ്രശ്നങ്ങളിൽ അവർക്ക് വേണ്ട നിയമസഹായം, മാർഗനിർദ്ദേശങ്ങൾ, പിൻബലം ഇവയൊക്കെ നൽകാൻ കഴിവുറ്റ ഒരു ഗ്രൂപ്പ് ഓരോ ഇടവകയിലും വികാരിയച്ഛൻ്റെ നേതൃത്വത്തിൽ ഉണ്ടെങ്കിൽ അത് ഏറെ പ്രയോജനപ്പെടും. വിവിധ ജോലികളിൽ നിന്ന് വിരമിച്ച ഇടവകയിലെ ആളുകളുടെ അറിവും ബന്ധങ്ങളും അനുഭവങ്ങളും ഈ ഗ്രൂപ്പിന് ഉപകാരപ്രദമാകും. ഒരു കാര്യം കൂടി ബെന്നി പുന്നത്തറ തൻ്റെ പ്രവാചക ദൗത്യത്തോടെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ലേഖനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഭിന്നിപ്പിൻ്റെയും മാത്സര്യത്തിൻ്റെയും ദുരഭിമാനത്തിൻ്റെയും തേരിലേറി യാത്ര ചെയ്യുമ്പോൾ അനാഥമാക്കപ്പെടുന്ന സാധാരണ വിശ്വാസികളുടെ വേദനകൾ അവഗണിച്ചുകൊണ്ട് അധിക ദൂരം നമുക്ക് മുൻപോട്ട് പോകാനാകില്ല. ഈ പ്രവാചക ശബ്ദം കേട്ടില്ലെന്ന് നടിച്ചാൽ വലിയ ദുരന്തമാണ് കേരളത്തിലെ സഭയെ കാത്തിരിക്കുന്നത്. ജാഗ്രതയുണ്ടാകണം സഭാ ശുശ്രൂഷകർക്ക്. കേരളം എത്തി നിൽക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും എന്ന പ്രതീക്ഷയോടെ ന്യൂസ് കാൻ വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.